തൃശൂർ കലശമലയിൽ ഇക്കോ ടൂറിസം പദ്ധതി പ്രദേശത്ത് മണ്ണിടിച്ചിൽ ഭീഷണി. ജനങ്ങളോട് മാറി താമസിക്കാൻ ആവശ്യപ്പെട്ട് പഞ്ചായത്ത് ബോർഡ് സ്ഥാപിച്ചു. കളക്ടറുടെ ഉത്തരവ് പ്രകാരമാണ് നിലവിൽ പഞ്ചായത്ത് സെക്രട്ടറി ബോർഡ് സ്ഥാപിച്ചത്. വിവരങ്ങളുമായി ലെവിൻ കെ വിജയൻ ചേരുന്നു. ലെവിൻ, എത്ര കുടുംബങ്ങൾക്ക് അവിടെ നിന്നും മാറി താമസിക്കേണ്ടി വരും? എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? ലക്ഷ്മി, തൃശൂർ ചൊവ്വന്നൂർ പഞ്ചായത്തിലെ 1-ാം വാർഡായ കലശമലയിലാണ് ഇങ്ങനെ പരാതിയുമായി കുടുംബങ്ങൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. 1-ാം വാർഡിലെ കലശമല എന്ന് പറയുന്ന പ്രദേശം ടൂറിസം വകുപ്പിന് കീഴിലുള്ള എക്കോ ടൂറിസം കേന്ദ്രം പ്രവർത്തിക്കുന്ന ഒരു സ്ഥലവുമാണ്. ഉയരം കൂടിയ ഒരു മലയും പാർക്കെട്ടുകളുമൊക്കെ നിന്ന ചെറിയ പാർക്കുകളൊക്കെ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു എക്കോ ടൂറിസം പദ്ധതി. അവിടെ ആ പ്രദേശത്തോട് ചേർന്ന് താമസിക്കുന്ന 3 സെന്റിലായി താമസിക്കുന്ന ഉന്നതി നിവാസികളായിട്ടുള്ള 20-ലധികം കുടുംബങ്ങളാണ് വർഷങ്ങളായി പരാതി ഉന്നയിക്കുന്നത്. ഈ മലയും മണ്ണിടിച്ചിലും സാധ്യതയും നിലനിൽക്കുന്ന ഒരു പ്രദേശത്ത് നിന്നും തങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം വേണമെന്നുള്ളൊരു പരാതിയാണ് ഇവർ വർഷങ്ങളായി ഉന്നയിക്കുന്നത്. എല്ലാ മഴക്കാലത്തും അല്ലെങ്കിൽ കാലവർഷക്കെടുതികൾ ഉണ്ടാകുന്ന സമയത്തും ഈ പരാതി ഉന്നയിക്കുന്നവരാണ് ഈ കുടുംബങ്ങൾ. പക്ഷേ ഇക്കാലം അത്രയും ഈ പരാതി ചെവിക്കൊള്ളാനോ അല്ലെങ്കിൽ പുനരധിവാസം ഉറപ്പാക്കാനോ ജില്ലാ ഭരണകൂടമോ മറ്റ് സംവിധാനങ്ങളോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്തവണയും കടുത്ത മഴക്കാലം കൂടി എത്തിയതോടുകൂടി ആശങ്കയ്ക്ക് നടുവിലാണ് ഈ ഉന്നതിയിൽ താമസിക്കുന്ന 20 കുടുംബങ്ങളിലായുള്ള 120ഓളം മനുഷ്യർ. ഇവർക്ക് ഇത്തരത്തിലുള്ള ആശങ്ക നിലനിൽക്കുമ്പോൾ ഈ പ്രദേശത്ത് നിന്ന് മാറി താമസിക്കണമെന്ന് ഈ പ്രദേശവാസികളോട് അറിയിക്കാതെ അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാതെ ചൊവ്വന്നൂർ പഞ്ചായത്ത് സെക്രട്ടറി ഒരു മുന്നറിയിപ്പ് ബോർഡ് അവിടെ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനെതിരെയാണ് ഇപ്പോൾ വ്യാപകമായി പ്രതിഷേധമുയരുന്നത്. ചൊവ്വന്നൂർ പഞ്ചായത്തിൻ്റെ തന്നെ അധികൃതരും ഭരണസമിതി അംഗങ്ങളും ഈ കാര്യത്തിൽ വിയോജിപ്പുള്ള അഭിപ്രായമാണ് രേഖപ്പെടുത്തുന്നത്. ടൂറിസം വകുപ്പിൻ്റെ കീഴിലുള്ള സംരക്ഷിത മേഖലയായ ഭൂമിയായതിനാൽ പഞ്ചായത്തിന് അവിടെ കാര്യമായി ഒന്നും ചെയ്യാനാകില്ല. മറിച്ച് ടൂറിസം വകുപ്പ് തന്നെ നേരിട്ടിടപെട്ടാൽ മാത്രമേ ഇത്തരത്തിലുള്ള അപകട ഭീഷണി ഒഴിവാക്കാനാവൂ. മറുവശത്ത് ഈ കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കാനും ഇതിനോടകം തന്നെ പഞ്ചായത്തിനോ റവന്യൂ വകുപ്പിനോ മറ്റ് സംവിധാനങ്ങൾക്കോ ആയിട്ടില്ല. അതുകൊണ്ടുകൂടിയാണ് ഈ പ്രദേശവാസികളുടേതായിട്ടുള്ള പ്രതിഷേധം ഇത്ര കണ്ട് ശക്തമായിരിക്കുന്നത്. ജില്ലാ കളക്ടർ കഴിഞ്ഞ ദിവസം പ്രത്യേക മുന്നറിയിപ്പ്, ജാഗ്രതാ മുന്നറിയിപ്പ് ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിലായുള്ള അപകട ഭീഷണിയുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്നവർക്ക് നൽകിയിരുന്നു. അത്തരം പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ മാറി താമസിക്കണമെന്ന് പറയുമ്പോഴും അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാതെ അല്ലെങ്കിൽ താൽക്കാലികമായ ഒരു ക്യാമ്പ് മാത്രം ഒരുക്കി കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കാതെയോ ഇത്തരത്തിലുള്ള മുന്നറിയിപ്പ് ബോർഡുകളും ഉത്തരവുകളും ഇറക്കുന്നതിനെതിരെയാണ് പ്രതിഷേധം. പ്രദേശവാസികൾക്കാകെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിഷേധമുണ്ട്. പക്ഷേ ഇതിനകത്ത് അടിയന്തരമൊരു തീരുമാനം എടുക്കണമെന്നും ജില്ലാ ഭരണകൂടം അടക്കം ഇടപെട്ടുകൊണ്ട് തങ്ങൾക്ക് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് ഇവർ ആവശ്യപ്പെടുന്നത്. അക്കാര്യം ഉന്നയിച്ച് തുടർ ദിവസങ്ങളിലും പ്രതിഷേധവും സമരവുമായി മുന്നോട്ട് പോകാനാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. ലക്ഷ്മി.